മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റി ചുമതലപ്പെടുത്തിയ 3-അംഗ സംഘമാണ് എത്തുന്നത്. കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്തായിരിക്കും ഇന്ന് പരിശോധന നടക്കുക. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് വിവരങ്ങളുമായി. സമീർ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇത് നാട്ടുകാരുടെ പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ടായിരുന്നു, വലിയ പേടിയാണ് ഇനി അതിലൂടെ പോകാൻ. അപ്പോൾ വ്യക്തമായ വിശദമായ പരിശോധന അതിലേക്കാണ് ഇന്ന് കടക്കുന്നത് അല്ലേ? തീർച്ചയായും വിദഗ്ധ സംഘമാണ് അവിടെ എത്തുന്നത്. ദേശീയപാത അതോറിറ്റി നിയോഗിച്ചിട്ടുള്ള 3-അംഗ സംഘം 10 മണിയോട് കൂടിയായിരിക്കും ഈ റോഡ് തകർന്ന കൂരിയാട് മേഖല സന്ദർശിക്കുന്നത്. കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്താണ് ഈ സംഘം പരിശോധന നടത്തുക. വിശദമായിട്ടുള്ള റിപ്പോർട്ടായിരിക്കും ദേശീയപാത അതോറിറ്റിക്കും അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്കും നൽകുക. എങ്ങനെയാണ് ഈ റോഡ് തകർന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധിക്കുക. ഒപ്പം തന്നെ നിർമ്മാണത്തിലെ അപാകത ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി പ്രധാനമായും പരിശോധിക്കും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നിർമ്മാണ വേളയിൽ തന്നെ അതിൻ്റെ ന്യൂനതകളെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ് എന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് അതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നുവെന്നും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നു. പക്ഷേ ആ വേളയിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഉൾപ്പെടെ ഈ വിദഗ്ധ സംഘം പരിശോധിക്കും. ആ നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള അപാകത തന്നെയാണോ, അതല്ല കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ളതല്ലാത്ത വിധത്തിലാണോ ഈ നിർമ്മാണം നടത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് ഈ റോഡ് തകരാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിന് സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർ നൽകുന്ന ഈ റിപ്പോർട്ട്, അതായത് ഇന്ന് ഈ വിദഗ്ധ സംഘം എത്തിക്കൊണ്ട് അവിടെ നടത്തുന്ന ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണോ അവിടെ നടക്കുന്നത് എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ക്രിസ്റ്റീന, സ്മിത. ശരി, അതാണ് സമീർ സി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്.